മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന് എന്റെ വിനീതമായ നമസ്കാരം. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന് എന്റെ വന്ദനം. വന്ദനം കൊണ്ട് കാര്യമില്ല, നമസ്കാരമാണ് ഏറ്റവും വേണ്ടത്. അതല്ല, വന്ദനത്തിലാണ് മോഹൻലാൽ ഉള്ളത്. അതുകൊണ്ട് കാര്യമില്ലല്ലോ, എവിടെയും മമ്മൂട്ടി നിറഞ്ഞു നിൽക്കുകയല്ലേ. ഉഗ്രമൂർത്തിയാണ് മമ്മൂട്ടി. പ്രിയമുള്ളവരെ, മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഒച്ചപ്പാട് ബഹളത്തിനൊന്നും പോകണ്ട. അവരാൾക്കാർ കുറവാണ്. വേണമെങ്കിൽ കുറച്ച് ആൾക്കാർ അപ്പുറത്തേക്ക് കയറിയിരുന്നുള്ളൂ. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പകുതി മെമ്പേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഏതായാലും പ്രിയമുള്ളവരെ, മലയാള സിനിമയിൽ മാധവനായും മധ്യവയസ്കനായും മദ്യപാനിയായും ഉത്തമ കുടുംബ നായകനായും സുഹൃത്തായും ഒക്കെ മലയാള സിനിമയിൽ വിനത്തിളങ്ങുന്ന മഹാസാഗരത്തിനുടമയാണ് മമ്മൂട്ടി. മമ്മൂട്ടി അഭിനയിച്ച നിരവധി സിനിമകൾ കണ്ടുകൂട്ടണമെങ്കിൽ ഈ ഒരു ജന്മം പോരാ. അത്രയ്ക്കും സിനിമകളാണ് മഹാനടനായ മമ്മൂട്ടി ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള മമ്മൂട്ടി സിനിമാ ഫീൽഡിൽ വന്നിട്ട് ഇന്ന് ഈ 75 വർഷം തികയാണെന്ന് ഉച്ചക്ക് 2:30 വരും. 75 അല്ല 25. അത് മോഹൻലാൽ വന്നിട്ട് 25 ആയുള്ളൂ. മമ്മൂട്ടി വന്നിട്ട് 75 ആയി. 50 ഇവൻ അറിയാതെ പോയി. പ്രിയമുള്ളവരെ, മലയാള സിനിമയിലെ മമ്മൂട്ടി വെറും മമ്മൂട്ടിയല്ല, ഭരത് മമ്മൂട്ടിയാണ്. മോഹൻലാലും വെറും മോഹൻലാൽ അല്ല, ഭാവരാഗ താളസമന്വയമായ ഭരതം എന്ന ചിത്രത്തിലൂടെ ഭരത് അവാർഡ് കരസ്ഥമാക്കിയ ലാലേട്ടൻ വെറും മോഹൻലാൽ അല്ല, ഭരത് മോഹൻലാലാണ്. നിരവധി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കോമഡി സിനിമകൾ, ട്രാജഡി സിനിമകൾ. പക്ഷേ ജനങ്ങൾ വിങ്ങിപ്പൊട്ടുന്ന സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളതും നമ്മളെ കരയിപ്പിച്ചിട്ടുള്ളതും മമ്മൂട്ടി എന്ന 3 അക്ഷരമുള്ള മായുള്ള നടനാണ്. ട്രാജഡി സീനിൽ മമ്മൂട്ടിയാണെങ്കിൽ കോമഡി സീനിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നത് ലാലേട്ടനാണ്. മമ്മൂട്ടി ജനിച്ചു വളർന്നത് കൊച്ചിയിലാണെന്ന് നിങ്ങൾ ഓർക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ചെമ്പിലാണ് ജനിച്ചു വളർന്നതെങ്കിലും കൊച്ചിയിലാണ് താമസം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ചു വളർന്നില്ലെങ്കിലും തിരുവനന്തപുരം ഭാഷ കൈകാര്യം ചെയ്ത് എന്തരടാപ്പി എന്ന് ചോദിച്ചുകൊണ്ട് രാജമാണിക്യം എന്നുള്ള സിനിമ സൂപ്പർ ഹിറ്റ് പദവിയിലേക്ക് ഉയർത്ത ഏക നടനാണ്. ആ ഒരൊറ്റ സിനിമ ഹിറ്റാക്കിയവരാണ് മമ്മൂട്ടി. നമ്മുടെ സ്വന്തം കൊച്ചി കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ ജനിച്ചു വളർന്ന് ഒട്ടനവധി ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച നടനാണ് ശ്രീ മോഹൻലാൽ. മമ്മൂട്ടി ഗൃഹനാഥനാണ്, കുടുംബനാഥനാണ്. അങ്ങനെയുള്ള മമ്മൂട്ടിക്ക് 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. മമ്മൂട്ടിക്ക് 2 മക്കളുണ്ടെങ്കിൽ മോഹൻലാൽ അതുപോലെ അല്ലെങ്കിലും 2 മക്കളുണ്ട്, ഒരു പെണ്ണും ഒരാണും. എവിടെ ചെന്നാലും മമ്മൂട്ടിയെ കാണാം. പ്രത്യേകിച്ച് ന്യൂഡൽഹി ചെന്നാലും, ദുബായി ചെന്നാലും, സ്വന്തം വീട്ടിൽ ചെന്നാലും, ലൊക്കേഷനിൽ ചെന്നാലും മമ്മൂട്ടിയെ കാണാം. ഞാൻ പിറന്ന നാട്ടിലും വെള്ളാനകളുടെ നാട്ടിലും ചെന്നാൽ മോഹൻലാലിനെ കാണാം. മലയാള സിനിമയുടെ വല്യേട്ടനാണ് മമ്മൂട്ടി. മലയാള സിനിമയുടെ ബാലേട്ടനാണ് മോഹൻലാൽ. യാത്രയിൽ മമ്മൂട്ടി ഉണ്ട് സുഹൃത്തുക്കളെ. അതിനു മുമ്പ് ഒരു മൊഴിയുണ്ട്, യാത്രാമൊഴി. അതിൽ മോഹൻലാൽ ഉണ്ട്. നിരവധി പക്ഷികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി വെളുത്ത പക്ഷിയാണ്. അങ്ങനെയുള്ള വെളുത്ത പക്ഷി കറുത്ത പക്ഷി എന്ന സിനിമയിലെ നായകനായി അഭിനയിച്ചുകൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് പദവിയിലേക്ക് ഉയർത്തി. കറുത്ത പക്ഷിയും വെളുത്ത പക്ഷിയും അല്ല കാര്യം, നമ്മൾ ഏവരും കണി കണ്ടുകൊണ്ടിരുന്ന ഒരു പക്ഷിയുണ്ട്, കിഴക്കൊണ്ടിരും പക്ഷി. അതിൽ ലാലേട്ടനുണ്ട്. ഇവരെന്തായി പറയുന്നത്? വല്ല വിവരമുണ്ട്? വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവനൊക്കെയാണ് ഇതിന്റെ അസോസിയേഷന്റെ സെക്രട്ടറി ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിന്നെ എനിക്ക് വേണം. നിന്നെ ഇനി ഒരു കോടതിക്ക് ഞാൻ വിട്ടുകൊടുത്തില്ല. നിന്നെ കുറിച്ച് ജനങ്ങൾ കഥകളും കവിതകളും രചിച്ചിരിക്കുന്നു. നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റവാളിയുടെ മുഖത്ത് നോക്കി തോക്ക് ചൂണ്ടിയവനാണ് മമ്മൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിമോഹമാണ് മോനെ ദിനേശ, അതിമോഹം എന്ന് പറഞ്ഞത് മോഹൻലാലാണ്. അതുകൊണ്ട് കാര്യമില്ല, സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ്. ആ പബ്ലിസിറ്റി ഒരു നായകനില്ലെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളില്ലാതെ എനിക്ക് എന്താഘോഷം എന്ന് പറഞ്ഞതും ഒരു ശരാശരി മലയാളിയോട് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചതും ലാലേട്ടനാണ്. വൈകിട്ട് എന്താ പരിപാടി എന്ന് മാത്രമേ മോഹൻലാൽ ചോദിച്ചിട്ടുള്ളൂ. രാവിലെ പരിപാടികളുണ്ട്, ഉച്ചക്ക് പരിപാടികളുണ്ട്, രാത്രി എന്താ പരിപാടി എന്ന് മമ്മൂട്ടി മാത്രമേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. പക്ഷേ ഇതാരും പുറം ലോകം അറിഞ്ഞിട്ടില്ല. സ്വന്തം ഫോൺ നമ്പർ പോലും ശരാശരി മലയാളികൾക്ക് മുന്നിൽ വെട്ടിത്തുറന്ന് പറഞ്ഞയാളാണ് മോഹൻലാൽ. മൈ ഫോൺ നമ്പർ ഈസ് 2255. എത്രയാണ്? 2255. അങ്ങനെ മോഹൻലാലിന്റെ നമ്പർ കിട്ടിയിരിക്കുകയാണ്. ഇനി എന്ത് വിവരം ഉണ്ടെങ്കിലും വിശേഷം ഉണ്ടെങ്കിലും നമുക്ക് നേരിട്ട് മോഹൻലാൽ വിളിച്ച് സംസാരിക്കാം. ഇതേപോലെ അണ്ടാമണ്ടന്മാരോട് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ. ദി കിങ് ആണ് മമ്മൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിൽ കുറ്റബോധം തോന്നുമ്പോൾ ചെയ്യുന്നതെല്ലാം യന്ത്രമായിരിക്കും എന്ന് പറഞ്ഞതും ലാലേട്ടനാണ്. എന്തോന്ന് പറയാൻ കിടക്കണം. എത്ര ഡയലോഗാണ് മമ്മൂട്ടി നമുക്ക് വെച്ചിരിക്കുന്നത്. എത്ര വന്നാലും എനിക്ക് പറക്കാതെ പോയ മകനല്ലേ നീ മടങ്ങിപ്പോ എന്ന് പറഞ്ഞത് മമ്മൂട്ടി മാത്രമാണ് സുഹൃത്തുക്കളെ. ദിനേശ എന്ന് പറഞ്ഞതും മോഹൻലാലാണ്. സ്നേഹമുള്ള സിംഹമാണ് മമ്മൂട്ടി. സ്നേഹമുള്ള സിംഹമാണെങ്കിൽ നരസിംഹമാണ് മോഹൻലാൽ. മുദ്രകൾ കാട്ടി നമ്മളെ മലയാള സിനിമയുടെ മായാ പ്രപഞ്ചത്തിലേക്ക് നമ്മളെ എത്തിച്ചവനാണ് മമ്മൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കി. വെറും മുദ്രയല്ല, പാദമുദ്ര കാട്ടിയവനാണ് മോഹൻലാൽ. എല്ലാവരുടെയും മാനസത്തിൽ മമ്മൂട്ടി ഉണ്ട്. പ്രത്യേകിച്ച് സൂര്യമാനസത്തിൽ മമ്മൂട്ടി എന്ന നായകൻ, മമ്മൂട്ടി എന്ന അംബേദ്കർ, മമ്മൂട്ടി എന്ന ഹിറ്റ്ലർ നിറഞ്ഞു നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. സൂര്യമാനസത്തിലാണെങ്കിൽ സൂര്യ ഗായത്രിയിൽ മോഹൻലാലാണുള്ളത്. വിഷ്ണുവാണ് മമ്മൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം ഒരുപാട് വിഷ്ണുമാരെ കൂട്ടിയിണക്കിയ ഒരു ലോകം തീർത്ത് വിഷ്ണു ലോകത്തിൽ മോഹൻലാൽ ഉണ്ട്. വെറും മാണിക്യമല്ല, നീ രാജമാണിക്യമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതും ജനങ്ങളെ മനസ്സിലാക്കി തന്നതും മമ്മൂട്ടി മാത്രമാണ് സുഹൃത്തുക്കളെ. രാജമാണിക്യമല്ല, രാജാവിന്റെ മകനാണ് മോഹൻലാൽ. എന്തിനടപ്പ് ഇവന് വല്ല വിവരമുണ്ടോ? രാക്ഷസ രാജാവാടാ മമ്മൂട്ടി. രാവണ പ്രഭുവാടാ മോഹൻലാൽ. കാഴ്ചയിൽ മമ്മൂട്ടി ഉണ്ട്. കാഴ്ചയില്ലാത്തവരുടെ സിനിമയായ ഗുരുവിൽ മമ്മൂട്ടി ഉണ്ടടാ. ഗുരു, എനിക്കിപ്പോ കാണുന്ന ഗുരുവാണ് നിന്നെ. എടാ, ഒരു കാര്യം നീ മനസ്സിലാക്കണം, മലയാള സിനിമയുടെ വിധേയനാണ് മമ്മൂട്ടി. മലയാള സിനിമയുടെ അധിപനാണ് മോഹൻലാൽ. ചരിത്രങ്ങൾ എക്കാലവും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്, തങ്കലിപികളാൽ എഴുതിയിട്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിലും മലയാള സിനിമ എന്ന ചരിത്രം എന്ന പേരുള്ള സിനിമയിലും മമ്മൂട്ടി എന്ന നായകൻ നിറഞ്ഞു നിൽക്കുകയാണ് സുഹൃത്ത്. മലയാള സിനിമയുടെ ചിത്രം എടുത്തു നോക്കിയാൽ അതിൽ മോഹൻലാൽ ഉണ്ട്. മലയാള സിനിമയായ ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ട്. ഇവൻ എന്നെ കൊണ്ടേ പോവുള്ളൂ. ഹരികൃഷ്ണൻ
ഒരു കാര്യം ചെയ്യാം, നമ്മ ഇവിടെ കിടന്ന് വായിട്ടലച്ച് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. മമ്മൂട്ടി തന്നെയാണ് സൂപ്പർ നടൻ, നമുക്കാണ് സമ്മതിച്ചു കൊടുക്കാം. ഞങ്ങളും സമ്മതിച്ചു. മമ്മൂട്ടിയല്ല ലാലേട്ടനാണ് സൂപ്പർ എന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുക. അത് വേണ്ട, മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ പിള്ളേര് ലോറിക്ക് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങൾ ലോറിക്കല്ല കണ്ടെയ്നറിനാണ് വന്നിറങ്ങിയിരിക്കുന്നത്. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പിള്ളേര് അവരുടെ പ്രകടനം കാണുമ്പോൾ ഉള്ളാവുന്നത് കൊടുത്തു വിട്ട് അവർ പറഞ്ഞു വിട്ടേക്ക്. ഓക്കെ, അപ്പൊ അങ്കത്തട്ടി കാണാം. അങ്കത്തട്ടിലല്ല, ഇവിടെ വെച്ച് കാണാം. ആരാണ് താരമെന്ന്? ഇതാ ഞങ്ങളുടെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി, കൺവീനർ, ട്രഷറർ, ഖജാൻജി, വൈസ് പ്രസിഡന്റ് ഒന്നും ഇവനല്ല, എല്ലാം ഞാൻ തന്നെയാണ്. മമ്മൂട്ടി അഭിനയിച്ച സിനിമകൾ ഏതാണെന്ന് വ്യക്തമാക്കി ഇവൻ യോദ്ധ എന്ന പടത്തിലെ പാട്ടിന്റെ ഈണത്തിൽ പാടി കേൾപ്പിക്കും. അത് കണ്ടിട്ട് ചങ്ക് തകരരുത്. ഓഹോ, ഈ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലായ? ഇല്ല, ഞങ്ങൾ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ നെടുന്തൂണാണ് ഈ നിൽക്കുന്നത്. അയ്യോ, ഇവനെയൊക്കെ ഏതെങ്കിലും കെട്ടിടത്തിന് കൊണ്ടുപോയിട്ട് കൂടെടാ. അപ്പൊ ഏതായാലും ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം മോനെ, എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ കാണും, നമ്മുടെ വണ്ടി അവിടെയാണ് കിടക്കുന്നത്. അപ്പൊ പാടി അങ്ങോട്ട് തകർത്തിട്ട് അങ്ങോട്ട് പോരും. പേടിക്കേണ്ടത്, മമ്മൂട്ടിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചിത്രത്തിൽ അഭിനയിച്ചത്. നമുക്ക് തെളിയിച്ചു കൊടുക്കാന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മോഹൻലാലാണ് ഏറ്റവും കൂടുതൽ പടത്തിൽ അഭിനയിച്ചേക്കണതെന്നും ഏറ്റവും നന്നായി അഭിനയിച്ചേക്കണത് ഈ പാട്ടോട് തെളിയിച്ചു കൊടുത്തേക്കണം. ഏത് പാട്ടാണ് അവൻ പിടിക്കണത്? യോധ തന്നെ നമ്മൾ പിടിച്ചാൽ മതി. എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയ, സ്പോട്ട് തെറ്റിയ എന്നെ നോക്കണ്ട, ഞാൻ വീട്ടിൽ കാണും, അല്ലെങ്കിൽ ഊട്ടി. പടയോട്ടം പടങ്ങിനി പരമ്പരപാധേയം പുലി വരുന്നേ പുലി പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചാഗ്നിപാദ മുദ്ര പത്താം ഉദയം പത്രം പക്ഷേ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ. കളിക്കളം കൽക്കത്ത് കാർണിവൽ ഹോയ് കുട്ടേട്ടൻ ഹോയ്. കളിപ്പാട്ടം കമലേളം കിലുക്കൻ കത്തണം പടിക്കട്ട് കുടരും പക്ഷി സുഹൃത്തം സാമ്രാജ്യം സിദ്ധാർത്ഥ സ്ഫോടനം സംഘം സന്ദർഭം സാഗരം സാക്ഷി. സ്ഫടികം സിസന്റെ സദയം സഞ്ചാരി യോധ സുഗമോദേവി സർവകലാശാല. കൗരവർ കുട്ടേട്ടൻ കളി ഊഞ്ഞാലേ കാതൊടുകാതരും തച്ചിയിലെടുത്തു ചുണ്ടൻ. കന്മദം കിരീടം കരിയില്ല കറ്റുപോലെ കാലപ്പനി കുഞ്ഞറ്റ കിളികൾ. അതിനത്രം മത്സരം അക്കാരി ഹോയ് ആരാത്രി ഹോയ്. അനുബന്ധം അന്താഗി അഗ്മനു അക്കരെ 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 ആരിൻ മലരും കിളിയും മനുവെങ്കിൽ മധുരകൾ മുദ്ര 3 മാസങ്ങൾക്ക് മുൻപ്. മാന്ത്രികം 3-ാം പുറം മിഥുനം മിന്നാര മുഖം മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു. അങ്ങാടിക്കപ്പുറത്ത് അഴകിയ രാവണൻ ആ നേരം അല്പദൂരം ആവനാഴി. 6-ാം തമ്പുരാൻ അത്യുഗമതിപ്പൻ അട്ടക്കലാശം അഗ്നിദേവൻ. കാണാമറയത്ത് കിഴക്കൻ പത്രോസ് കളിയൂഞ്ഞാല് കാർണിവൽ. നോക്കത്ത് ദൂരത്ത് കണ്ണുന്നിട്ട് ഹിസ് ഹൈനസ് അബ്ദുള്ള. പഠിച്ചിട്ട് വരെ ഉപകാരങ്ങൾ കൂട്ട് അടിമകളുടെ മകളർക്കത്ത് അങ്കിൾ ബൻ. സായം സന്ധ്യ ബട്ടർഫ്ലൈസ് തമ്മിൽ തമ്മിൽ പോയും പോയും അമരം അക്കരെ അംബേദ്കർ അർത്ഥം. പടയോട്ടം പടകിടി പരമ്പരപാധേയം പുലി വരുന്നേ പുലി പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചാഗ്നിപാദ മുദ്ര 10-ാം ഉദയം പത്രം പക്ഷേ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ. കളിക്കളം കൽക്കത്ത് കാർണിവൽ ഹോയ് കുട്ടേട്ടൻ ഹോയ്. കളിപ്പാട്ടം കമലേളം കിലുക്കൻ കടത്തണം പടിക്കട്ട് കുടരും പക്ഷി സുഹൃത്തം സാമ്രാജ്യം സിദ്ധാർത്ഥ സ്ഫോടനം സംഘം സന്ദർഭം സാഗരം സാക്ഷി. സ്ഫടികം സിസന്റെ സദയം സഞ്ചാരി യോധ സുഗമോദേവി സർവകലാശാല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ രാജാവിന്റെ മകൻ ഇന്ദ്രജാലം. വില്ലർ വാർത്ത ജാഗ്രത വിഷ്ണു മഴയ്ക്ക് മുൻപേ നീലഗിരി. തെരുവിന് തരകൻ നായർ സാബു പമ്പയുടെ സ്വന്തം മപ്പൂസ്. അയാൾ കഥ എഴുതി ആണിച്ചപ്പ് ചെങ്കോൽ താളവട്ടം ഉസ്താദ് എയോട്ടോ. ജോണി വാക്കർ അപ്പുണി ചക്കരയാക്കം വിഷ്ണു ലോകം. നർക്കവല ജാക്കോട്ട് പൂവിന് പുതിയ പൂന്തന്നൽ. ഗാന്ധർവം നിർണയം ഉണ്ണികളെ ഒരു കഥ പറയാം. ന്യൂഡൽഹി പിൻഗാമി ന്യായവിധി താഴ്വാരം ഭരതം യാത്ര ചിത്രം അധർവം അപ്പു പൂമുഖപ്പടി നമ്പർ 20 മദ്രാസ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഹരികൃഷ്ണൻസ് ഒന്നാണ് നമ്മൾ. പടയോട്ടം പടകിടി പരമ്പരപാധേയം പുലി വരുന്നേ പുലി പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചാഗ്നിപാദ മുദ്ര 10-ാം ഉദയം പുത്രം പക്ഷേ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ. All students stand up on left hand, right hand, about hand, sit down and go down. എടാ, ഉറങ്ങുമ്പോഴെങ്കിലും ബാ കൂട്ടി പിടിച്ച് കിടന്ന് ഉറങ്ങടാ. ഈച്ചകൾ പാറിപ്പറന്ന് നടക്കണേ, അണ്ണാക്ക് കൂട് കൂട്ടുമല്ല.
ഇത് നിന്റെ വീടല്ല, ക്ലാസ് റൂമാണ്. അധ്യാപകൻ വരുമ്പോൾ അവിടെ ശ്രദ്ധിച്ചിരിക്കണം. വരുമ്പോൾ ഒരു ബഹുമാനമായിട്ടെങ്കിലും നിനക്കൊന്ന് എഴുന്നേറ്റുകൂടെടാ. മതി മതി മതി, നീ എഴുന്നേറ്റ് വരുമ്പോൾ 4 മണിക്കുള്ള ബെല്ല് മുഴങ്ങും. നീ അവിടെ എവിടെയെങ്കിലും കിടക്ക്. 10-40 പേരുണ്ടായിരുന്ന ക്ലാസ് റൂമാണ്. പൂവിന്റെ ഇല കൊഴിയണ പോലെയാണ് ഓരോരുത്തർ കൊഴിഞ്ഞു പോണത്. ദേവന് ഒരു സാധനം ചന്തയിടെന്ന് പറഞ്ഞ് കയറണേ. ഞാനെന്ന് പറഞ്ഞൊരു അധ്യാപകൻ ഇവിടെ നിപ്പുണ്ട്. ഒന്നെങ്കിൽ എന്നോട് ചോദിക്കുക, മാഷ് ഞാൻ അകത്തേക്ക് വരട്ടെ അല്ലെങ്കിൽ അകത്തേക്ക് കേറിക്കോട്ടെ എന്ന് ചോദിക്കാം. ഇനി എന്ത് കയറാനാണ്? മാക്സിമം കയറിയല്ലേ ഇരിക്കണത്. എവിടെയായിരുന്നു? ഞാൻ ഇന്നലെ ലീവായിരുന്നു. എടാ വെറുതെ വീടാ, അപ്പുറത്തും അധ്യാപകരൊക്കെ ഉള്ളതാണ്. ലീവായാലും ബീലായാലും സംഗതി ഞാൻ വന്നില്ല എന്ന് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. മതി മതി, ചൂട് കൂടുതൽ ആറ്റണ്ട. എനിക്ക് ചൂട് എടുക്കുന്നുണ്ട്. പുതിയതാണെന്ന് അറിയിക്കാനായിരിക്കും. കൂടുതൽ തിരുമരുത്, കുറച്ച് നാളിട്ടുണ്ട് നടക്ക്. അപ്പൊ ആൾക്കാർ തിരുമിക്കോളും എടുത്ത്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നീ ഇങ്ങോട്ട് നോക്കിയിരിക്കാതെ ഇങ്ങോട്ട് നോക്കിയിരിക്ക്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് ഇംഗ്ലീഷാണ്. എടാ തൂങ്ങാതടാ, ഇതിലും ഭേദം നീ ഒരു മുഴം കയറ് മേടിച്ചിട്ട് പോയി തൂങ്ങടാ. പിന്നെ കൊല്ലണേന് തുല്യമല്ലേടാ ഇത്. എന്തുവാടാ ഇത്? നിന്നെയൊക്കെ പഠിപ്പിച്ച് പുച്ഛോ എന്റെ മുഖത്ത് നോക്കി? എന്തുവാടാ കിളിക്കണത്? ശ്രദ്ധിച്ചിരിക്കടാ. ആദ്യം വരുമ്പോ നമ്മൾ പഠിക്കേണ്ടത്, ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വരുമ്പോ കുട്ടികൾ എന്ത് പറയണം? ഗുഡ് നൈറ്റ്. അടിയന്തരം ഞാൻ ഫസ്റ്റ് പറയേണ്ടത് ഒരാളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, എടാ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്താ ഗുഡ് നൈറ്റ് പറയണത്? അത് നമ്മൾ നിന്റെ ഉറക്കം കണ്ടാണ് ഞാനും ഉറങ്ങാൻ പഠിച്ചത്. വീട്ടിൽ സ്വസ്ഥത ഇല്ലടേ, ഇവിടെ കിടന്നല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് മോർണിംഗ് വേണം പറയാൻ. ഗുഡ് നൈറ്റ് പറയേണ്ടത് എപ്പോഴാണ്? കൊതുക് വരുമ്പോൾ, മനസ്സിലാണ്ട? പിന്നെ ഉറങ്ങുമ്പോഴും. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്നത്, സടാ ഇവിടെ ശ്രദ്ധിക്കടാ, ഇങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് ശ്രദ്ധിക്കടാ. അതിനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. തിരി എള്ളെങ്കിൽ എന്തുവാ. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക്, പാഠത്തിലേക്ക് കിടക്കാം. നമുക്ക് ആ പാഠം അല്ലടാ, പാഠഭാഗത്തേക്ക് കിടക്കാം. നമുക്ക് വിത്ത് വെച്ച് തുടങ്ങാം. വിത്ത് എവിടെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്? സുനിൽ വിത്ത് ഷീല, ഷാരി വിത്ത് മധു എന്ന് പറഞ്ഞതുപോലെ വിത്ത് വെച്ച് ഉപയോഗിക്കാവുന്ന ഒരു വാചകം പറയൂ. നിന്നെ കുട്ടി 3 എണ്ണം ഉണ്ട്. ഇൻസ്പെക്ഷൻ വരാണ്ട ദിവസമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അദ്ദേഹം ഇവിടെ വരുമ്പോൾ ക്ലാസ് റൂം ക്ലീൻ ആയിരിക്കണം, വൃത്തിയായിരിക്കണം. കൂടുതൽ എന്നെ പഠിപ്പിക്കുകയും ചെയ്യരുത്. ഇനി അക്ഷരത്തെറ്റ് പഠിപ്പിക്കാനാണ് ഞാൻ എന്നുള്ളൊരു മാഷ് ഇവിടെ ഉള്ളത്. എന്നെ മാഷാക്കരുത്. ഓക്കെ? തൂങ്ങാതടാ. ഇവിടെ ഒന്നുമില്ലല്ലേ, ഈ മുഖത്തേക്ക് നോക്കിയിരിക്കടാ, ഉറക്കം വരുവാടാ. അപ്പൊ ശ്രദ്ധിക്ക. ഫസ്റ്റ് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. തെറ്റില്ലെങ്കിൽ നീ തിരുത്തണ്ട, വെറുതെ ഒന്ന് അടങ്ങിയൊന്നെങ്കിൽ ഇരുന്ന് വന്നാ മതി. നീ കൂടുതൽ സംസാരിക്കണ്ട. നിന്നെ ഞാൻ പഠിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. നീ എന്നെ പഠിപ്പിക്കണ്ട. നിന്റെ അച്ഛനും ഞാനും കൂടി ഒരുമിച്ച് പഠിച്ചാണ്, മനസ്സിലായ? പെരക്ക് തീ പിടിച്ചപ്പോ ഫയർഫോഴ്സിന് മിസ് കോൾ അടിച്ചവനല്ലേടാ നിന്റെ തന്ത. അവനാണ് എന്നെ വന്ന് ഭരിക്കാൻ നടക്കുന്നത്. കൊല്ലി ഞാൻ. പൂജപ്പുരയും കണ്ണൂർ എനിക്ക് സ്വന്തം വീട് പോലെയാണ് കേട്ടാ. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. സെയിംപിച്ച് കളിക്കാതെടാ, അതിനൊക്കെ സമയമുണ്ട്. ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അവിടെ കളിച്ചാൽ പോരെ. തൊട്ട് കളിക്കാതെ അകന്നിരിക്കടാ. എന്തോ അവൻ അകന്നിരുന്നിട്ട് ഇത് അങ്ങോട്ട് ചെല്ലണേണ് കാലത്തിന്റെ പോക്ക്. ഞാൻ മണ്ടനാണ് അല്ലെങ്കിൽ ഞാൻ കഴുതയാണ്. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. വാചകത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഞാൻ കഴുതയാണ്. ചെറിയൊരു തെറ്റില്ലടാ. ഞാൻ മരക്കഴുതയാണ് എന്നാക്കിക്കൂടെ? ഇങ്ങനെയാണ് ബുദ്ധിയൊക്കെ പഠിക്കണത്. ശ്രദ്ധിച്ചിരുന്നു വേണം പറയാൻ. ഓണമാണ് വരാൻ പോണത്. ഓണത്തെ കുറിച്ച് ഒരു 3 വാചകം പറഞ്ഞേ. ഇതിൽ അവസാനം പറഞ്ഞതാണ് നീ ഇപ്പൊ ചെയ്യേണ്ടത്. എന്റെ കൺമുന്നിൽ നിന്ന് പൊക്കോണം. ഞാൻ നിന്നോട് വൃക്കട പടം വരക്കാൻ പറഞ്ഞിട്ട് നീ വരച്ച? നിന്റെ ഇക്കാടെ പടം വരക്കാനല്ല പറഞ്ഞത്, വൃക്കട പടം വരക്കാനാണ്. ഡേയ്, ഒരു അരമണിക്കൂറെങ്കിലും ഉറങ്ങാതെ നിൽക്കടേ. ഇത് എന്തോന്നാ രാത്രി പണി നിനക്ക്? ഇപ്പോഴേ ഉറക്കം തോന്നിക്കഴിഞ്ഞാൽ വലുതാകുമ്പോൾ നീ എന്തോ ചെയ്യും? ഇവിടെ ശ്രദ്ധിക്കടാ. അത് അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ നീ അങ്ങോട്ട് നോക്കണ്ട, നീ ഇങ്ങോട്ട് നോക്കിയേച്ചാൽ മതി. നമുക്ക് കണക്ക് പഠിക്കാം. ഇന്ന് കണക്ക് അധ്യാപകൻ ലീവാ. അതുകൊണ്ട് നമുക്ക് കണക്കാണ് ജീവിതത്തിൽ ഏറ്റവും വേണ്ടത്. നോ ഹാൻഡ് ആൻഡ് അരിത്തമെറ്റിക് എന്ന് കേട്ടിട്ടില്ലേ? എന്റെ ക്ലാസ് ഒരു കണക്കാണെങ്കിൽ കണക്ക് അവിടെ ഇരിക്കട്ടെ. ജീവിതത്തിൽ കണക്കാണ് ഏറ്റവും വലുത്. എന്റെ കണക്കൂട്ടലുകളൊക്കെ കറക്റ്റാ. നീ എന്നെ കണക്ക് പഠിപ്പിക്കണ്ട. ഇന്ന് ആര് പറഞ്ഞു? അല്ല സാർ ഇന്നലെ സ്കൂളിന്റെ ഇടപെടി വെച്ച് ശോശാമ്മ ടീച്ചറിനോട് പറഞ്ഞ ഞാൻ കേട്ടല്ലേ സാറിന് കണക്കൂട്ടലൊക്കെ തെറ്റിയൊന്നും. അത് പിന്നെ ശോശാമ്മനോട് പറഞ്ഞൊരു കണക്കിന്റെ ഡിസ്കഷൻ നടത്തിയതാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ചുറ്റുപാട് നോക്കിയിട്ടാണ് ഞാൻ ശോശാമ്മനെയും കൊണ്ട് ഇടവഴിയിലേക്ക് പോയത്. അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞ കാര്യം നീ എവിടെ വിളിച്ചിരുന്ന് കേട്ടടാ? ഈ സീക്രട്ട് ആയത് നീ ഒരിക്കലും ലീക്ക് ഔട്ട് ആക്കരുത്. ശോശാമ്മക്കും എനിക്ക് നാണക്കേടാ. ഡാ എന്തുവാടാ ഇത്? എന്താ പറഞ്ഞത്? അല്ല സാർ എന്റെ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നത്. ഓ, അങ്ങനെ ഒരു കഷ്ടകാലം എനിക്ക് ഉണ്ടായിരുന്നു. അല്ല സാറിന് എന്താ അവിടെ നിന്ന് പിരിച്ചുവിട്ടത്? ഒന്നും പറയണ്ടടാ. ഇതുപോലുള്ള സംശയങ്ങൾ ക്ലിയറൻസ് ചെയ്യലാണ് എന്റെ പരിപാടി. അതായത് 24 hours ഡ്യൂട്ടി ആണല്ലോ. ഡ്യൂട്ടി എന്നാണ് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചേക്കടെങ്കിൽ പോലും ഇത് കഷ്ടപ്പാടും ദാരിദ്ര്യവും കൊണ്ട് നമ്മൾ അല്പനേരം ഒന്നും ഉറങ്ങിപ്പോയി. എന്തായിരുന്നു സാർ
സാറിന് ജോലി? സൂപ്പർ ഫാസ്റ്റിലെ ഡ്രൈവറായിരുന്നു. 10 സെക്കൻഡ് ഉറങ്ങിപ്പോയി, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പൊ ഇത്ര നേരം നമ്മൾ പഠിപ്പിക്കലും പഠിക്കലുമായിരുന്നു. ഇനി നമുക്ക് റിലാക്സിന് വേണ്ടി കുറച്ചു നേരം കളിക്കാം. പിയൂൺ വരുന്നുണ്ട്. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ വരുന്ന 26, 27 സ്കൂളിന് അവധിയാണ്. അടിപൊളി, എല്ലാവർക്കും സന്തോഷമായല്ല? എനിക്ക് സന്തോഷമായി. കാര്യം സെക്കൻഡ് വൈഫിന്റെ വീട്ടിൽ പോയിട്ട് 9 മാസമായി. 25-ാം തീയതി വെളുപ്പിന് പോയിട്ട് 27-ാം തീയതി രാത്രി തിരിച്ചു വരാം. അതൊക്കെ ചോദിക്കട്ടെ, 26, 27 അവധി എന്താണ്? അന്ന് ശനി ഞായറുവാ. അന്ന് ശനി ഞായറും മനുഷ്യൻ ഒരുവിധം കൈയടി വേണ്ട, കൂടുതൽ പ്രോത്സാഹിപ്പിക്കണ്ട. കേൾക്കണ്ട? ജീവിതത്തിൽ നിനക്ക് ആരാകാനാണ് ആഗ്രഹം? നീ ഒന്നും ആകാൻ പോണില്ല. ജീവിതത്തിൽ നിനക്ക് ആരാകാനാണ് ആഗ്രഹം? പൈലറ്റാ? അച്ഛൻ പൈലറ്റാണോ? അല്ല, അച്ഛന്റെ ആഗ്രഹിതായിരുന്നു. പൈലറ്റ് അല്ല, നീ ഈ പോക്ക് പോയ വയലറ്റ് ആവും കേട്ടാ. നീ ചിരിക്കണ്ട, നമുക്ക് സയൻസിലേക്ക് കിടക്കാം. മാലാഖമാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ട് മാത്രമല്ല, കണ്ടിട്ടുണ്ട്. മാലാഖയെ? സ്വർഗത്തിലുള്ള മാലാഖയെ നീ കണ്ടിട്ടുണ്ടെന്നാ? എന്റെ മുമ്പിൽ ഇരുന്ന് കള്ളം പറഞ്ഞ ചവിട്ടി ഞാൻ കീറിഞ്ഞ. അല്ലെന്നേ, എന്റെ വീട്ടിലെ വേലക്കാരോട് എന്നും രാത്രി എന്റെ അച്ഛൻ പറയാറുണ്ടല്ലോ, നീ ഒരു മാലാഖയാണെന്ന്. നിന്റെ വീട് മറ്റാ കുളത്തിന്റെ അവിടെ തിരിയുമ്പോ? കുളത്തിന്റെ അവിടെ തിരിയുമ്പോ അടുത്തേക്ക് പോകുമ്പോ അവിടുത്തെ ആ നൈറ്റ് ഇട്ട് നിൽക്കുന്നത് വേലക്കാരിയാ? എവിടെയുള്ളത്? അത് എവിടെയുള്ളതെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. ആണല്ലേ? മാലാഖയല്ലേ? നമ്പർ ഉണ്ടോ വീട്ടിൽ? ഫോൺ നമ്പർ ഉണ്ടോ? അങ്ങനെയല്ല പഠിക്കേണ്ടത്. 5, 6, 7, 4, 3 എന്നല്ല എണ്ണേണ്ടത്. 1 by 1 ആയിട്ട് എണ്ണണം. 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ കോടി. പിന്നെ എനിക്ക് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കൊക്കെ പറഞ്ഞതാ. ഇവൻ എണ്ണാത്തതിന്റെ ബാക്കിയാണ് നിനക്ക്. ഇവൻ 2 കഴിഞ്ഞ് 4 പറഞ്ഞത്, 3 നിനക്ക് കിട്ടിയിട്ടുണ്ട്. നീ ചിരിക്കൊന്നും വേണ്ട, കേൾക്കണ്ട? വാക്യത്തിൽ പ്രയോഗിക്കാം. എന്തെല്ലാമാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ ഭാഗ്യവാന്മാരാടാ. അറിവിന്റെ നിറകുടമായ ഒരു മാഷിനെ തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? നിർഭാഗ്യവാന്മാരാ ഞങ്ങള്. ശ്രദ്ധിക്കടാ, ഇങ്ങോട്ട് ശ്രദ്ധിക്കടാ. വെറുതെ അല്ല, നീ ഈ ക്ലാസ്സിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയത് 3 കൊല്ലമായി. നിന്നെ പഠിപ്പിച്ച് എനിക്ക് ഫീലിങ്സ് ആയി ഓൾറെഡി. ചിരിക്കല്ലേടാ, പൂർവികന്മാർ ഓർമ്മ വരണേ. നീ മിണ്ടാതിരി. അപ്പൊ നമുക്ക് കാര്യത്തിൽ ചിരിക്കാതെടാ, കളിക്കാതെടാ. നമ്മൾ നീ കള്ളിയം കാട്ടി ചിച്ചിയ വാക്യത്തിൽ പ്രയോഗിക്കാൻ പോണേണ്. ഞാൻ വാക്യത്തിൽ പ്രയോഗിക്കണേന് പറയും, ഞാൻ വാക്യത്തെടുത്ത് പ്രയോഗിക്കും. ഞാൻ കുഞ്ഞുങ്ങളെ കൊന്നാലൊന്നും വലിയ ശിക്ഷ കിട്ടാൻ പോണില്ല. അപ്പൊ വാക്യത്തിൽ പ്രയോഗിക്കാൻ പോണു. കാട്ടാന. എന്റെ സാറേ, ഇത് വെച്ച് നീ ഒരു വാചകം പറഞ്ഞു. വാചകം പറയാനാ? രാത്രി 12 മണി ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോ 3-5 പേരെന്നെ കൊല്ലാൻ വരുന്നു. ഞാൻ എന്നാ കാട്ടാനാ? ഞാൻ നീ ഉദ്ദേശിച്ച പോലെ അല്ല. നീ ഈ പോക്ക് പോയാലും ഒരു 5-6 കൊല്ലവും കൂടി ഇവിടെ ഇരിക്കും. നമ്മൾ ഇത്ര നേരം പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായ അടുത്ത ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു അനദർ സ്ഥലം, അടുത്ത സ്ഥലത്തേക്ക് പോകണേ കേട്ടോ. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ജനറൽ കോളേജിലെ ജനറൽ നോളജ്. എനിക്കറിയാം, ഞാൻ കുറെ നേരം നിരങ്ങിയിട്ടാണ് ഇങ്ങനെ ആയത്. നിനക്കൊക്കെ ഓർമ്മയുണ്ടാകാൻ വേണ്ടി ഒന്ന് തെറ്റിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ജനറൽ ഇപ്പൊ നീ എന്താ പറഞ്ഞത്? ആ സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പോണേ. എടാ, എന്നെ പഠിപ്പിക്കണമെന്ന്. എന്താണ് പറഞ്ഞത്? ജനറൽ നോളജ്. അത് നിനക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയിപ്പിക്കണത്. എന്താണത്? ജനറൽ നോളജ്. അതിലേക്ക് മനസ്സിലാകണ്ട ഇപ്പ എന്താണ് ജനറൽ പറഞ്ഞതും എല്ലാം കണക്കാ. എനിക്ക് കൂട്ടായി. ചിരിക്കണ്ട, നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. പ്രസവിക്കുകയും പാലൂട്ടുകയും ചെയ്യുന്ന ഒരു ജന്തുവിന്റെ പേര് പറയാമോ? ഞങ്ങളുടെ മാമി. നിങ്ങളുടെ മാമി എങ്ങനെയാ ജന്തു ആകണത്? പ്രസവിച്ച മാമിയാ. മാമി എന്നാ പാലും കൊടുക്കുന്ന. നിന്നൊക്കെ ആരാടാ പഠിപ്പിക്കണത്? ചിരിക്കണ്ട, നിന്നോട് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. വിഷ്ണുവിനെ കേട്ടിട്ടുണ്ടോ? വിഷ്ണു 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 തങ്കപ്പന്റെ മോൻ. ആ വിഷ്ണു അല്ല, മഹാവിഷ്ണുവിന്റെ കയ്യിൽ ഒരു ചക്രമുണ്ട്. ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാണ്. മഹാവിഷ്ണുവിന്റെ ഈ കൈ വിരലിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന ആ ആയുധത്തിന്റെ പേരെന്താണെന്ന് പറയാമോ? CD പ്ലെയർ. CD ഡിസ്കാ? ശരിക്കത് CD ഡിസ്ക് ആണ്. എന്തെങ്കിലും ആട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പ്രസവിക്കുകയും മുട്ടയിടുകയും ചെയ്യുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. പ്രസവിക്കുകയും മുട്ടയിടുകയും ചെയ്യുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. പ്രസവിക്കുകയും മുട്ടയിടുകയും ചെയ്യുന്ന ജീവി എലിയമ്മ ടീച്ചറാ?
എലിയാമ്മ ടീച്ചർ എങ്ങനെയാണ് പ്രസവിക്കുകയും മുട്ടയിടുകയും ചെയ്യുന്നത്? ഞങ്ങളെ പരീക്ഷയ്ക്ക് എലിയാമ്മ ടീച്ചർ എപ്പോഴും മുട്ട വരും, മാത്രമല്ല കൊല്ലം കൊല്ലം പ്രസവിക്കുകയും ചെയ്യും. നിന്നൊക്കെ ഏത് മരക്കഴുതിയാടാ പഠിപ്പിക്കണത്? സാറേ ബാബു വരുന്നു. എവിടെ 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 ദേവന്നെ. നിന്നെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു. ലീവ് കൊടുത്ത് നടന്ന് നീ കഥ എഴുതി നടക്കണല്ലേ? നോട്ടെ എന്താണ് നിന്റെ കഥയെന്നൊന്നും അറിയണമല്ല. 2-3 ദിവസം ഈ ക്ലാസ്സിൽ വന്നിട്ട് എന്നിട്ട് അവൻ കഥ എഴുതി നടക്കണേ. അതേപോലെയുള്ള പിള്ളേർ ഇവിടെ ഇരുന്ന് പഠിക്കണേണ്. എൻ്റെ ഇന്ന് ജ്ഞാനം മേടിച്ചെടുക്കണേണ്. വിവരമില്ലാത്തവൻ. വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം, ശ്മശാന മുഖത, രക്തം തളം കെട്ടിക്കിടക്കുന്നത് പോലുള്ളൊരു അവസ്ഥ. മന്ദം മന്ദം ഞാൻ നടന്നു നീങ്ങി. ഗേറ്റ് കുറ്റിയിട്ടിരുന്നു, താക്കോലിട്ടിരുന്നില്ല. ഗേറ്റ് ഞാൻ തുറന്നു മെല്ലെ അകത്തേക്ക് നീങ്ങി. പട്ടി ഊളിയിടുന്ന ശബ്ദം, ഭയങ്കരവും ഭയാനകവുമായ നിശബ്ദത, എവിടെയോ അപകടത്തിൻ്റെ സൂചനയുടെ മണം. ഞാൻ സാവധാനം മുറിക്കുള്ളിലേക്ക് നടക്കാൻ ശ്രമിച്ചു. മുടി ഓടാമ്പലിന് കുറ്റിയിട്ടിരിക്കുന്നു. രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഞാൻ കുറ്റി തുറന്നു. വവ്വാലികൾ അകത്തു നിന്നും പുറത്തേക്ക് ചിറകടിച്ചു പോയി. പട്ടികൾ അപ്പോഴും ഊളിയിടുകയായിരുന്നു. സാവധാനം ഞാൻ നടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ മാറാമ്പലുകൾ എൻ്റെ ശിരസിൽ ഉടക്കി. അത് ഞാൻ വകഞ്ഞു മാറ്റി. ഞാൻ നോക്കിയപ്പോൾ കണ്ടത്, ഈശ്വരാ, കട്ടിലൊരാൾ മൂടിപ്പൊതച്ച് കിടക്കുന്നു. സകല ശക്തിയും സംഭരിച്ച് സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ ആ കമ്പിളിപ്പുറപ്പ് വലിച്ചു മാറ്റി. എൻ്റെ മകൻ ബാബു 108 ഡിഗ്രി പനി പിടിച്ച് കിടപ്പിലാണ്, അതുകൊണ്ടാണ് അവൻ വരാത്തത് എന്ന് സ്വന്തം അച്ഛൻ.